ചെയ്യും അതും കാറിൽ. അച്ചല്ലേ അച്ചല്ലേ അച്ചല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ നൈറ്റാണ് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഒരു 9:30 ആയി. ഇവിടെ നിന്ന് നേരെ പോകുന്നത് തെങ്കാശിയിലേക്കാണ്. തെങ്കാശിയിൽ ചെയ്യേണ്ട അനിയത്തിയും ഫാമിലിയും ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് കയറേണ്ട ആവശ്യമുണ്ട്. പിന്നെ അങ്കുനെയും കാണണം. നൈറ്റ് ട്രാവൽ ആയതുകൊണ്ട് ട്രിവാൻഡ്രം ടു തെങ്കാശി ഒറ്റ സ്ട്രെച്ചിനാണ് വന്നത്. ഇവിടെ നിന്നൊരു 3 മണിക്കൂർ ട്രാവലുണ്ട്. റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ലോഡ് കൊണ്ടുപോകുന്ന ലോറികൾ പോകുന്ന ടൈം ആയതുകൊണ്ട് ട്രാവൽ കുറച്ച് റിസ്കി ആയിരുന്നു. അങ്ങനെ നമ്മൾ തെങ്കാശി റീച്ച് ചെയ്തു. പക്ഷെ അവരുടെ വീട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് കൺഫ്യൂസിങ് ആണ്. പകൽ വന്നാലേ നമുക്ക് ഇടയ്ക്ക് വഴി തെറ്റാറുണ്ട്. അപ്പോൾ രാത്രിയിലെ കാര്യം പറയണ്ടല്ലോ. ഗൂഗിൾ മാപ്പ് നോക്കി വന്നാലും തെറ്റിപ്പോവാറുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ വീടെത്തി. അച്ചയുടെ വാവയാണ്. ഇവിടെ ഒതുങ്ങിയില്ലേ, നമ്മൾ കാര്യങ്ങൾ സംസാരിക്കണം. ഞങ്ങൾ അങ്ങനെ തെങ്കാശി എത്തി. ഇവിടെ ഇത്രയും നേരം ഇത്രയും നേരം ഇവിടുന്ന് 200 കിലോമീറ്റർ 250 കിലോമീറ്റർ എന്നാണ്. ഇനി ഇവിടുന്ന് 400 കിലോമീറ്റർ. ഒന്ന് തുടച്ചാ മതി. സൂപ്പറായി ഗൈസ്. അങ്ങനെ രാത്രി ഇപ്പോൾ 12 മണിയായിരിക്കുകയാണ്. ആ മൊട്ട അതുവിനെ 1:15 മൊട്ടയാതുവിന് വിശക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന കാറ് ഇതെവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് കാറിൽ കുറച്ച് പണിയുണ്ട്. ഇവിടെ സ്ഥലമാണ്. അപ്പോൾ AC വെക്കാൻ വേണ്ടിയിട്ട് ഫുൾ അടച്ച് എയർ ഹോളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇത്ര ചൂട്. യെസ് ഗൈസ്, ഇതിൻ്റെ അകത്തോട്ട് കാണുന്നത് പോലെ അവരെല്ലാവരും ഉറക്കമാണ്. അതാണ് ഞാൻ അങ്ങോട്ട് കയറാത്തത്. കണ്ട, അമ്മയും മാമിയും കൂടെ അടുക്കളയിൽ ടാറ്റ കാണിക്കുന്ന അമ്മ. അത് തുറന്ന അവരങ്ങനെ. എവിടെ കോലം? കോലത്തിൻ്റെ ഗൈസ് കണ്ടോ ഗൈസ്, കോലത്തിൻ്റെ പുറത്താണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വീഡിയോയിൽ വരുമ്പോൾ ആരും എന്നെ ഒന്നും പറയില്ല, ഞാൻ രാത്രി കണ്ടില്ല ഗൈസ്. അതാ നോക്കൂ, ആദു ഒരു റൗണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് അടുത്ത് എണീറ്റതാണ്. കാറിൽ കയറി ഒരു 10:30 ആയപ്പോഴേ ഉറങ്ങി. നമ്മൾ 9 മണിക്ക് കാറിൽ ഒരു 10:30 ആയപ്പോൾ അവൾ ഉറങ്ങി. മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് 7:45. നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഒരു 3 മണിയായപ്പോൾ എണീറ്റു. ഇപ്പം പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരാളിതാ കിളി പോയതാ നിൽപ്പുണ്ട്. ഉറക്കം ശരിയാവാത്തോണ്ടാണ്. ഈ ലാപ്ടോപ്പ് ഇവിടെ വെച്ചോളൂ. എന്താ വെച്ചാ അത് ആ സൈഡിലാണ്. ബാക്കിൽ ഞാൻ ഇരുന്ന സൈഡിൽ.
പോണേ ഓ പയ്യ പോ. പിന്നെ ശരി പോയിട്ട് വരാം. അങ്ങനെ നമ്മളെല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഒരു 4:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നേരെ പോയത് പെട്രോൾ അടിക്കാനാണ്. കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാവാം ബാക്കി യാത്ര. അത് പെട്രോൾ അടിക്കണ? അത് പെട്രോൾ അടിച്ചണ? ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് അവിടുന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ചേട്ടൻ ഉറങ്ങാതിരിക്കാൻ ഞാൻ കുറച്ച് നേരം കമ്പനിയൊക്കെ കൊടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അടുത്ത് കണ്ണു തുറന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നേരം വെളുത്തു ഗൈസ്. അപ്പോഴേക്കും എല്ലാവർക്കും ഓരോ ചായ കുടിച്ചാൽ കൊള്ളാമെന്നായി. നമ്മളിപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് ഒരു NH-ലൂടെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ കടകളൊന്നുമില്ല. മാത്രമല്ല നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു ചായ കുടിക്കാൻ കട തേടിയുള്ള യാത്രയാണ്. ഞാൻ ഈ കാണിക്കുന്ന വിഷ്വൽസ് കുറച്ച് ലോങ്ങായി പോയി എന്ന് എനിക്ക് തോന്നി. എന്നാലും എനിക്കിത് കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ കാണുന്ന പോലൊന്നും അല്ല, നേരിട്ട് കാണാൻ ഇതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ചായക്കട കണ്ടുപിടിച്ചു. നമ്മളിതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉഴുന്ന് വടയാണ് വാങ്ങിയത്. ഒരെണ്ണം കഴിച്ചിട്ടൊന്നും ആർക്കും മതിയായില്ല, കാരണം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വാങ്ങി കഴിച്ച് പോവാമല്ലോ. ഞാനൊരു 3 എണ്ണം കഴിച്ചു. തമിഴ്നാട് വന്നാലൊരു ഫേവറേറ്റ് ആണ് ഉഴുന്ന് വട. അങ്ങനെ കുറേ ദൂരമൊക്കെ ആയപ്പോൾ എല്ലാവർക്കും വിശപ്പായി തുടങ്ങി. ദിണ്ടുകല്ലൊക്കെ ആയപ്പോൾ NH തന്നെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടു. പിന്നെ അവിടെ നിർത്തി. ഇവിടെ നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഫുഡ് വന്നു. നമ്മൾ മസാല ദോശയാണ് വാങ്ങിയത്. ആദൂന് ഇഡ്ഡലി വാങ്ങി. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് കിട്ടിയ ഫുഡ് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല, ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. ഇവിടുത്തെ തിരക്കൊക്കെ കണ്ടപ്പോൾ നല്ല ഫുഡ് എക്സ്പെക്റ്റ് ചെയ്തു. ഇപ്പം നമ്മൾ കോയമ്പത്തൂർ ടൗണെത്തി. സത്യം പറഞ്ഞാൽ ഈ സിറ്റിയിൽ ഡ്രൈവ് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ഇവിടെ ഉള്ളവർ ഭയങ്കര കെയർലെസ് ഡ്രൈവിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു ശ്രദ്ധയില്ലാതെ തോന്നിയ പോലെയാണ് പോകുന്നത്. റോങ് സൈഡ് കയറിയതിൻ്റെ പേരിൽ കുറേ ഇഷ്യൂസ് കണ്ടു ലൈവായിട്ട്. ഇതാണ് ബ്രൂക്ക്ഫീൽഡ്സ് മോൾ, ദ ബിഗ്ഗസ്റ്റ് ആൻഡ് വെരി ഫസ്റ്റ് മോൾ ഇൻ കോയമ്പത്തൂർ. Wait a minute. Who are you? ഇപ്പോൾ സമയം ഒരു 3 മണിയായിട്ടുണ്ട്. ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കോയമ്പത്തൂർ തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അച്ഛനും അമ്മയും ചേട്ടനും മട്ടൻ ബിരിയാണിയാണ് കഴിച്ചത്. ഞാൻ ഫ്രൈഡ് റൈസ് വാങ്ങി. ആദൂട്ടിക്ക് അവിടെ നിന്ന് പ്ലെയിൻ റൈസും സാമ്പാറും വാങ്ങി, അതാണ് കൊടുത്തത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 65
കിലോമീറ്ററും കൂടെ ഉണ്ട്. 2 അവറും കൂടെ ഡ്രൈവ് വരും. അങ്ങനെ അടുത്ത് പെട്രോൾ അടിക്കാൻ കയറ്റി. ഇതാ രണ്ടാമത്തെ ഫുൾ ടാങ്ക്. അങ്ങനെ നമ്മളിതാ ഊട്ടി ഹൈ റേഞ്ച് കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് നമുക്ക് പാസ് എടുക്കണം. അപ്പോൾ നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ വെച്ച് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്തു. ഇപ്പോൾ സമയം 6 മണിയായി. ഇനി സ്പോട്ടൊന്നും വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. 5:30 ആകുമ്പോൾ ഇവിടെ എല്ലാം ക്ലോസ് ചെയ്യും. സോ നേരെ പോയിട്ട് ആദ്യം റൂം കണ്ടുപിടിക്കണം. റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വേണം അത് സെറ്റാക്കാൻ. നമ്മൾ ആക്ച്വലി ഇന്നലെയാണ് വരാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. അതിനിടയ്ക്ക് കാർ ചെറിയ പണി തന്നു. ചെറുതല്ല, അത്യാവശ്യം വലിയ പണി തന്നെ തന്നു. ഇത്രയും ലോങ് പോകുന്നതല്ലേ, അപ്പോൾ കാറൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി നോക്കിയപ്പോഴാണ് കാറിൻ്റെ വൈപ്പർ കംപ്ലൈൻ്റ് ആയത് കണ്ടത്. പിന്നെ അത് ശരിയാക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതിൻ്റെ പുറകെ നടന്ന് ഒരു ദിവസം പോയി. അങ്ങനെയാണ് ട്രിപ്പ് ഇന്നത്തേക്ക് മാറ്റിയത്. പിന്നെ റൂമൊന്നും ബുക്ക് ചെയ്യാൻ നിന്നില്ല. അത് മാത്രമല്ല, പൊതുവേ നമ്മളങ്ങനെ പ്രീ ബുക്ക് ചെയ്ത് പോകാറില്ല. അപ്പോഴത്തെ സൗകര്യത്തിനനുസരിച്ച് ഡിസിഷൻ എടുക്കാറാണ് പതിവ്. ഗൂഗിൾ ചെയ്തപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് ഹോം സ്റ്റേയുടെ നമ്പേഴ്സ് കിട്ടി. അതൊക്കെ വിളിച്ചിട്ടൊന്നും സെറ്റായില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ഇവിടെ നിർത്തി ചോദിച്ചപ്പോൾ ഇവിടെ നല്ല സ്റ്റേ ഉണ്ട്. പിന്നെ അച്ഛനും ചേട്ടനും പോയി റൂമൊക്കെ നോക്കി. നല്ല റൂമാണ്, ഒരു കോട്ടേജ് പോലെ, നല്ല സൗകര്യമുണ്ട്. അങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. ഇതാണ് റൂം, ഇതാണ് കോട്ടേജ്. ഫ്രിഡ്ജുണ്ട്. ഇതൊരു റൂം. ഇത് അടുത്ത് വേറൊരു റൂം. നമുക്ക് വ്യൂ ആണെങ്കിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ. നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാം. അത് കുട്ടി മങ്കി ക്യാപ്പൊക്കെ വെച്ച് സുന്ദരിയായിട്ടിരിക്കുക. അത് കുട്ടി മങ്കി ക്യാപ്പൊക്കെ ശരി, എന്റെ ചുന്തിരി മോളാണോ? ആ ജാക്കറ്റൊക്കെ എടുത്തിട്ട് കൊടു. சரிங்களா? இப்போ அவுட்டர்ல ஃபுல்லா இங்கிருந்து கேமரா இருக்கு. ஃபுல்லா ഓക്കെ அண்டர் தான் உங்களுக்கு சேஃப்டியா இருக்கும். ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരു ചെറിയ ചേട്ടാ ചേട്ടാ ഗൈസ്, ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട്. ഇത് കൊച്ചിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഞാൻ തൽക്കാലത്തേക്ക് എടുത്തിട്ടു. ജാക്കറ്റൊക്കെ നേരത്തെ ഉള്ളതുകൊണ്ട് ഞാൻ സേഫാണ്. കൈയും കയറി കൈയും മുറഞ്ഞു. അത്ര തണുപ്പാണ് ഇവിടെ. ഗൈസ് എല്ലാം തണുത്ത് കിളി അടിച്ച് നിൽക്കുകയാണ്.
നമ്മൾ നൈറ്റ് കഴിക്കാനായിട്ട് ബിരിയാണി ആൻഡ് ചിക്കൻ ഫ്രൈ വാങ്ങി, അതാണ് കഴിച്ചത്. ഞാൻ ആദുട്ടിക്ക് ദോശ കൊടുത്തു. ആദുട്ടിക്ക് ചെറിയ ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നാളെയാണ് നമ്മൾ സ്പോട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.